السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹം പറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ, റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണല്ലോ വ്രതമനുഷ്ഠിക്കുക അല്ലെങ്കിൽ നോമ്പനുഷ്ഠിക്കുക എന്ന് പറയുന്നത്. എന്നാൽ ഈ നോമ്പുമായി ബന്ധപ്പെട്ട് പലപ്പോഴും അതിന്റെ ചൈതന്യം നഷ്ടപ്പെട്ട നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് എന്നുള്ളതാണ്. ആ നോമ്പ് നോൽക്കുന്നവന് അത് നോമ്പായി തോന്നും, കാണുന്നവനും നോമ്പായി തോന്നും, നോമ്പ് നോൽക്കുന്ന പെണ്ണിനും നോമ്പായി തോന്നും, നോമ്പ് നോൽക്കുന്ന ആ പെണ്ണിനെ കാണുന്നവർക്കും അത് നോമ്പായി തോന്നും. അവൻ പ്രഭാതം മുതൽ പ്രദോഷം വരെ നോമ്പുകാരനായി തന്നെയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ നോമ്പുകാരനായി ആ നോമ്പുകാരുടെ കൂട്ടത്തിൽ നാട്ടുകാരാലും സ്വന്തത്താലും എണ്ണപ്പെട്ട പല ആളുകൾക്കും ആ നോമ്പല്ലാതെ അല്ലാഹുവിന്റെ മക്കളായി തീരുന്ന ദയനീയമായ ഗുരുതരമായ ഒരു അവസ്ഥയുണ്ടാകുമെന്ന് ലളിതങ്ങളാൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും നോമ്പ് നോൽക്കുന്നു, നമ്മളും നോമ്പ് നോൽക്കുന്നു. നമ്മുടെ നോമ്പ് ഈ പറയപ്പെട്ട എനിക്ക് വൈകുന്നേരം വരെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്ന സമയം വരെ ആ കാരക്ക കടിച്ച് നോമ്പ് തുറക്കുന്ന വേളയിൽ എനിക്ക് തോന്നാണ് ഒരു നോമ്പ് പൂർത്തിയായി. എന്നാൽ അത് എനിക്കും തോന്നി, നിങ്ങൾക്കും തോന്നി. നമ്മൾ അങ്ങനെയല്ലേ? പക്ഷേ ആ നോമ്പെല്ലാം നമ്മൾ പരിചയപ്പെടുത്തുകയാണെങ്കിലും എല്ലാം ചെയ്തത് വാലിഡ് അല്ലാതായി പോകുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അത് എന്തേ അതിനുള്ള കാരണമെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് പറഞ്ഞത് മഹാനായ തിർമിദി റഹ്മത്തുള്ളാഹി തന്റെ സുനനിൽ രേഖപ്പെടുത്തുകയാണ്. കേട്ടതാണ് ഒരുപാട്. എന്നാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ചേർത്തിപ്പം അല്പം പറയേണ്ടതുണ്ട്. നബി തങ്ങളുടെ വചനം എങ്ങനെയാണ്? മല്ലം യദഅ ഖൗല സൂരി, ആരാണോ മോശപ്പെട്ട വാക്കുകൾ ഉപേക്ഷിക്കാതിരിക്കുന്നത്, വൽ അമല ബിഹി, മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കാതിരിക്കുന്നത്, ഫലൈസ ലില്ലാഹി ഹാജ, അല്ലാഹുവിന് ഹാജത്തില്ല, ആവശ്യമില്ല, അവന്റെ ഭക്ഷണം ഉപേക്ഷിക്കുന്നതിലും വശറാബ, അവന്റെ വെള്ളം കുടിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നതിലും. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് മോശപ്പെട്ട പ്രവർത്തനം, രണ്ടാമത് മോശപ്പെട്ട വാക്കുകൾ. മോശപ്പെട്ട പ്രവർത്തനം നോമ്പ് നോൽക്കുന്നതിന്റെ ആത്മാവ് നഷ്ടപ്പെടുത്തുമെന്നുള്ളതാണ്. അതിൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ നബി തങ്ങൾ താക്കീത് നൽകുകയാണ്, ജാഗ്രത കാണിക്കാണ്. ഒരാളുടെ നോമ്പ് ഇത് മാത്രമായിരിക്കുകയാണ്. അലംതിനായി അനിൽ അഖിൽ വശൂബി ഫഖത്ത്, തിന്നില്ല കുടിക്കില്ല മാത്രമുള്ള നോമ്പ്. എന്നാൽ അവൻ വലം യത്ലുകിൽ കദിബ, കളവ് പറയുന്നത് അവൻ ഉപേക്ഷിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ ഒന്നാമത്തെ നോമ്പാണ് നോറ്റത് സഹോദരിമാരെ, സഹോദരങ്ങളെ. എന്നാൽ ഇന്ന് ഈ ഒരു 13 മണിക്കൂറിനുള്ളിൽ നോമ്പ് നോറ്റവനായിരിക്കെ കളവ് നമ്മൾ ഉപേക്ഷിച്ചിട്ടുണ്ടോ? ഒരു കളവെങ്കിലും വന്നിട്ടുണ്ടോ? നമ്മൾ വളരെ ഗൗരവത്തോടെ നോക്കണം. ഇന്ന് വന്നു, തൗബ ചെയ്ത് മടങ്ങുക. ഇനിയുള്ള 29 നോമ്പുകളിൽ കളവ് വരികയാണെങ്കിലോ, കളവ് പറയുകയാണെങ്കിലോ അല്ലാഹ് ആ നോമ്പ് വേണ്ട. നമ്മളെ കണക്കിൽ 22, 3 എണ്ണിയിട്ടുണ്ട്. പക്ഷെ അല്ലാഹ് എണ്ണുന്നില്ല എന്നാ പറയുന്നത്. സത്യം പറയുക, അതിൽ നിന്ന് ചാഞ്ചാട്ടം മാറിപ്പോവുക, കളവ് പറയുക. അതേ രൂപത്തിൽ ബാത്തിലായ പ്രവർത്തനം. എത്ര യുവാക്കളാണ്, ചെറുപ്പക്കാരികളാണ്, ഉമ്മമാരാണ് ഹെഡ്സെറ്റ് ചെവിയിലേക്ക് തിരികിയിട്ട് എന്നിട്ട് ഇങ്ങനെ കാണുകയാണ്. എന്താ കാണുന്നത്? 10 മണി വരെ ഉറങ്ങി എഴുന്നേറ്റ് അല്പം മുഖം കഴുകി വൃത്തിയായി വന്നു. പിന്നീട് ഭക്ഷണം ഉണ്ടാക്കേണ്ടതില്ല, പിന്നെ നിസ്കരിക്കാൻ എനിക്ക് സമയമുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ എടുത്ത് എന്തൊക്കെയോ കാര്യങ്ങളിൽ കാണുകയാണ്. ചില ആളുകൾ ഖുർആനും മറ്റൊക്കെ വാഴ കേൾക്കുന്നുണ്ട്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചാറ്റ് ചെയ്തിട്ടും മറ്റുമൊക്കെ കാര്യം ചെയ്യുന്നത് അമലു ബിഹിയാണ്, അല്ലേ? ആണ്. അതങ്ങനെ തന്നെയാണ്. ഈ ഒരു നോമ്പിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചില ആളുകൾ ഇങ്ങനെ കോളേജിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്, കോളേജിൽ പഠിച്ചതും കലാലയങ്ങളിൽ ബന്ധമുള്ളതുമായ ആളുകളോട് സംസാരിക്കുകയാണ്, അവരോടുമായുള്ള ബന്ധപ്പെട്ടുള്ള ചാറ്റിങ്ങുകളിൽ ഏർപ്പെടുകയാണ്. അത്തരത്തിൽ വീഡിയോ കോളും മറ്റു കാര്യങ്ങൾ, അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ, ഏർപ്പെടുകയാണെങ്കിൽ അത്യാവശ്യം സംസാരിക്കണം, ബന്ധപ്പെടണം, കുടുംബ ബന്ധം വേണം, സ്നേഹബന്ധം വേണം, എല്ലാം വേണം. ഇതങ്ങനെയൊന്നുമല്ല. അനാവശ്യമായ കാര്യങ്ങളിൽ ഇങ്ങനെ സമയം ചെലവഴിക്കുകയാണ്. നിനക്ക് നോമ്പുണ്ട്, പിന്നെ ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ച് വെറുതെ വർത്തമാനം പറയാണ്.
എന്നാൽ നോമ്പ് നോറ്റവനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലാത്തപ്പോഴും പാടില്ല. നോമ്പ് നോറ്റിരിക്കുമ്പോഴും ഇത്തരം പ്രവർത്തനങ്ങൾ, അനാവശ്യമായ കാര്യങ്ങൾ ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെയാണ് വൈകുന്നേരം വരെ കഴിച്ചു കൂട്ടിയതാണെങ്കിൽ അല്ലാഹുവിന് ഇത്തരം ആളുകളുടെ നോമ്പ് ആവശ്യമില്ല, ഭക്ഷണം ഉപേക്ഷിക്കൽ ആവശ്യമില്ല, വെള്ളം ഉപേക്ഷിക്കുന്നത് കൊണ്ട് ആവശ്യമില്ല. നിനക്ക് നോമ്പാണെന്ന് നീ കരുതും, വൈകുന്നേരം വരെ പട്ടിണി കിടന്നിട്ടുണ്ടാകും, എന്നാൽ നിന്റെ നോമ്പിന് വാല്യൂ ഇല്ല, നിന്റെ നോമ്പിന് വാല്യൂ ഇല്ല, നിന്റെ നോമ്പിനുള്ള നോമ്പായി കണക്കൂട്ടുകയില്ല. 30 ദിവസം നോമ്പ് കൊണ്ട് ഡയറ്റിംഗ് നടന്നു. 30 ദിവസം നോമ്പ് കൊണ്ട് ഇവന്റെ ശരീരത്തിൽ കൊഴുപ്പിങ്ങനെ അടിഞ്ഞു പോയി. പിന്നെന്താ ഉള്ളത്? കൂട്ടം കൂടിയിട്ടുള്ള സംസാരം, ആളുകളുടെ അഭിമാനം കവർന്നെടുക്കുന്നുള്ള സംസാരം, അത് പാടില്ല. കൂട്ടം കൂടിയിട്ടുള്ള സംസാരം, ആളുകളെ കളിയാക്കിക്കൊണ്ടുള്ള സംസാരം പാടില്ല. ഗീബത്ത് പറഞ്ഞുകൊണ്ടുള്ള സംസാരം പാടില്ല. നമീമത്ത് പറഞ്ഞുകൊണ്ടുള്ള സംസാരം പാടില്ല. ഇതെല്ലാം ചെയ്തത് ഒരു വ്യക്തി ചെയ്ത് നോമ്പ് നോറ്റുവെങ്കിൽ അത്തരം നോമ്പ് കൊണ്ട് ഒരു ഗുണവുമില്ല, ഒരു ഗുണവുമില്ല. ആ നോമ്പ് നോമ്പേ അല്ല, ഫിഖ്ഹി കണക്കിൽ മാത്രമാണ് ആ നോമ്പ് നോമ്പായി കണക്കൂട്ടപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ആ ഒരു കഴമ്പുള്ള, ആത്മാവുള്ള, അല്ലാഹ് സ്വീകരിക്കുന്ന ആ നോമ്പുകാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.